ഗൈസ് അങ്ങനെ ഫൈനലി 3 ഇയേഴ്സിന് ശേഷം ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് ആൻഡ് പല പല ഫീലിങ്സ് ആണ് മനസ്സുകൂടെ പോണത്. അങ്ങനെ ആ ഒരു വെയിറ്റ് ഈസ് ഓവർ എന്നൊക്കെ പറയണ പോലെ ഫൈനലി ആര്യ ചേച്ചി എത്തി. ഈ ഒരു കണ്ണ് തുറിക്കൽ തന്നെ മനസ്സിലാവും ആര്യ ചേച്ചിയും എത്രമാത്രം എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങളെയൊക്കെ കാണാനെന്ന്. ഈ ഒരു 3 വർഷത്തിന്റെ ഇടയിൽ പല പല കാര്യങ്ങളും ഞങ്ങളുടെ ഫാമിലിയിൽ നടന്നു, ഇൻക്ലൂഡിങ് എന്റെ കല്യാണം. എപ്പോഴൊക്കെ ആര്യ ചേച്ചിയും ജിഷ്ണുവേട്ടനും വരാൻ പ്ലാൻ ഇട്ടാലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് ഡിലേ ആവലാണ് പതിവ്. വന്നോട് കൂടിയിട്ട് ഇതാ ആര്യ ചേച്ചിയുടെ പ്ലാനിങ്സ് ഒക്കെ തുടങ്ങിയിട്ടോ. ഈ ഒരു മാസം ഇനി എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം, എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യണം, ഫുൾ ഇതിനെ പറ്റി തന്നെയായിരുന്നു ഞങ്ങളുടെ ചർച്ച. വീട്ടുകാരെയും ജിഷ്ണുവേട്ടനൊക്കെ അവിടെ ഇട്ട് ഓടി വന്ന് ഞങ്ങളുടെ കാറിൽ കയറി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നേരെ ഫുഡ് കഴിക്കാൻ പോയത് ഇവിടുത്തെ സൽക്കാരയിലാട്ടോ. 2 ദിവസം കഴിയുമ്പോഴേക്കിനും നന്ദുവും വരും. സോ ഞങ്ങൾ എല്ലാ കസിൻസും കൂടെ ഉള്ള ഒരു മീറ്റപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോഴേക്കിനും മേഘ ഇവിടുന്ന് സ്ഥലം വിട്ടു. ഇക്കല്ലെങ്കിലും കുറച്ചു കാലമായിട്ട് ഇപ്പോൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് തന്നെയാണ് പണി. ഒരാൾ പോണു, ഒരാൾ വരുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് ആര്യ ചേച്ചീനെയൊക്കെ കാണാം.